നമസ്കാരം. ഇത് തന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗുരുവായൂർ മഹാത്മ്യത്തിന്റെ ശരി, നല്ല ഒരു ഇതോടുകൂടി തുടങ്ങട്ടെ. സന്തോഷം. നമസ്കാരം. കവിയും എഴുത്തുകാരനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ ശ്രീ ഹരികുമാർ സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. തിരുവനന്തപുരം ജില്ലയിലെ പേയാട് എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ ഈ സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നിട്ട് എപ്പോൾ നാളായി? ഞാൻ സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നിട്ട് 42 വർഷമായി. 42 വർഷം കൊണ്ട് തന്നെ പടിപ്പടി എന്നിട്ട് കുറേ കാലം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. തുടർച്ചയായിട്ടല്ല ഞാൻ ഇതിലേക്ക് വന്നത്. ആദ്യകാലത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഈ മേഖലയിലോട്ട്, എഴുത്തിൻ്റെ മേഖലയിലോട്ട് കടന്നു വരികയും എഴുതുകയും ചെയ്തു. ഈ ജോലിയും എഴുത്തും സാംസ്കാരിക പ്രവർത്തനം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? തീർച്ചയായും പറ്റുന്നുണ്ട്. ഞാൻ ഗ്ലോബൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യും. ഇനി വളരെ കുറച്ച് സർവീസേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഈ സാഹിത്യ മേഖലയിലേക്ക് തുടരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാഹിത്യ മേഖല ചർച്ച ചെയ്യേണ്ട വിഷയം അതേപ്പറ്റി എന്ന് പറഞ്ഞു. ഇന്ന് വളരെയേറെ കാര്യങ്ങൾ സാഹിത്യരംഗം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുത്തുകാർ പെരുകുന്നത് തന്നെ അത് ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ കാണേണ്ടതില്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളിലുണ്ടാകുന്ന ഓരോരുത്തരിലും ജനിക്കുന്ന ആ ആത്മവാസന അത് തൂലികത്തുമ്പിലൂടെ ജനിക്കുമ്പോൾ അതൊരു പൂർത്തീകരണമാണ്, അത് ജീവിത സാക്ഷാത്കാരമാണ്. അത് മറ്റുള്ളവർക്ക് അറിവ് പകരാനും സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും. കാലഭേദം കണ്ടെത്തിയ പുതിയ സൃഷ്ടികളായ ഗദ്യ കവിത, ഹൈക്കു കവിത എന്നിവയെക്കുറിച്ച് എന്തു പറയുന്നു? എല്ലാം തന്നെ നമുക്ക് തിരസ്കരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ ഗദ്യ കവിത എഴുതിയിട്ടില്ല, എന്നാലും ഗദ്യ കവിതയായാലും ഹൈക്കു കവിത ധാരാളം എഴുതിയിട്ടുണ്ട്. ഗദ്യ കവിതയായാലും ഹൈക്കു കവിത ആയിരുന്നാലും ഹൈക്കു കവിത വരികളിൽ ഒറ്റ വാക്കിൽ നമ്മൾക്ക് അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ആശയം മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ അതൊരു നല്ലൊരു ഹൈക്കു കവിതയാണ്. അത് ഒറ്റ വരി കൊണ്ടാവാം, ഒരു 4 വരി കൊണ്ടാവാം, 2 വരി കൊണ്ടാവാം. ആശയം അതിൽ ഉൾക്കൊള്ളും. അതിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞെടുക്കുന്ന ആശയം അത് അർത്ഥകർത്തങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. എഴുത്തിൽ സ്വാധീനം ചെലുത്തിയ വിഷയങ്ങൾ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ സമൂഹത്തെ കാർന്നു തിന്നുന്ന പല കാര്യങ്ങൾ, അതായത് മയക്കുമരുന്ന് പോലെയുള്ള കാരണങ്ങളും സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന കുടിലതകളും ഇതെല്ലാം തന്നെ നമ്മളുടെ ചുറ്റുമുണ്ടാകുന്ന ഓരോ ജീവസ്പന്ദനങ്ങളും എനിക്ക് കവിതയ്ക്ക് ആസ്പദമാകാറുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ അവാർഡുകളുടെ ആദ്യപ്രസംഗത്തെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം പറയുന്നത്? ഇപ്പോൾ എല്ലായിടത്തും അവാർഡിൻ്റെ ഒരു ഭരണമാണ്. അവാർഡ് എന്ന് പറയുന്നത് നമുക്ക് അവാർഡ് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ വായനക്കാരിൽ നിന്നുള്ള പ്രതികരണമാണ്. അവരുടെ നമ്മുടെ ആശയങ്ങളെ എന്തുമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അവാർഡ്. പിന്നെ അവാർഡിൻ്റെ അതിപ്രസരം എന്ന് പറയുന്ന അവാർഡ് ഇന്ന് എല്ലാ മേഖലകളിലും ഉണ്ട്. സാഹിത്യ മേഖലയിലായിരുന്നാലും കലാമേഖലയിലായിരുന്നാലും അതിനൊന്നും നമുക്ക് തിരസ്കരിക്കേണ്ട കാര്യമില്ല. എന്നാലും സാമ്പത്തിക ലക്ഷ്യത്തോടു കൂടി ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവാർഡുകളെ നമ്മൾ തിരസ്കരിക്കുക തന്നെ വേണം. അർഹതപ്പെട്ടവർക്ക് അവാർഡുകൾ ലഭിക്കുന്നുണ്ടോ? അർഹതപ്പെട്ട എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. സ്വാധീനം അതിനൊരു അത് ഏത് മേഖലയിലുള്ള അവാർഡായിരുന്നാലും സ്വാധീനം ഒരു പ്രധാന ഘടകമാണ്. സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? അതുപോലെ വായനക്കാരുടെ ആസ്വാദനത്തെ ഏത് രീതിയിൽ കാണുന്നു? സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് തുറന്നു കാണിക്കാൻ, പൊതുജനം മധ്യമായിരുന്നാലും വായനക്കാരുടെ ഇടയിലായിരുന്നാലും തുറന്നു കാണിക്കാൻ കഴിയണം. അതിന് ഒരിക്കലും ഒന്നും തടസ്സമാകാൻ പാടില്ല. അതിന് കുത്തുവാക്കുകളുണ്ടാകാം, അതിനെ മോശപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ടാകാം. അതിനെയൊന്നും നമ്മൾ കണക്കാക്കാതെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തുമായിട്ട് മുന്നോട്ട് പോകണം. സാർ ഇതുവരെ എത്ര പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്? ഞാൻ 3 പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. കവിതാ സമാഹാരമാണ്. കാരണം ഈ സാർ നേരത്തെ പറഞ്ഞതുപോലെ ജോലിയുടെ ഇടയിൽ കഥയിലേക്കോ നോവലിലേക്കോ ഒന്നും കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്നെ ഞാനാക്കിയത് കവിതയും ഗാനങ്ങളുമാണ്. ഗാനങ്ങൾ
ഗാനങ്ങൾ ഷോർട്ട് ഫിലിമുകളിൽ എഴുതിയിട്ടുണ്ട്, അമ്പലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഒത്തിരി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനം, ഹിന്ദു ഭക്തിഗാനം, ഇങ്ങനെ ധാരാളം ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ധാരാളം പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുണ്ട്. വായനക്കാരുടെ ആസ്വാദനത്തെ എങ്ങനെ കാണുന്നു? ആസ്വാദനം അത് എല്ലാവരും അത് നമ്മൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് മറുപടി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ആശയം അതേപടി ഉൾക്കൊള്ളുന്ന വളരെ ചുരുക്കം പേരുണ്ട്. അവരിൽ നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് സന്തോഷം ജനിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇതുവരെയുള്ള എഴുത്തിൽ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എഴുത്തിൽ നിന്ന് തിക്താനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നുവരെയുള്ള ആശയങ്ങളും എൻ്റെ ഇതെല്ലാം തന്നെ എഴുത്തെല്ലാം അർത്ഥം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വായനക്കാരുടെ ഇടയിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കച്ചവട സാഹിത്യം എന്നുണ്ടോ? തീർച്ചയായും കച്ചവട സാഹിത്യം എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കച്ചവട സാഹിത്യം എന്ന് പറയുന്ന ഒന്നും എഴുതാത്തവർക്കും പുസ്തകം ഇറക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വ്യസനിപ്പിക്കുന്ന ഒന്നാണ്. സാർ ഈ കവിതകളും ഗാനങ്ങളുമാണല്ലോ കൂടുതലും അതെ. ഈ കഥാ നോവൽ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കഥ നോവൽ മേഖലയിലേക്ക് എൻ്റെ സമയപരിമിതി കൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ അതിലേക്ക് ഇനിയിപ്പോൾ എൻ്റെ വിശ്രമ ജീവിതത്തിൽ ഞാൻ അതിലേക്ക് കടക്കുന്നതാണ്. കുറച്ചധികം പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? ഇന്ന് അവതാരിക എഴുതാനായിരുന്നാലും വളരെ ഓരോരുത്തരും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. സമയത്ത് എഴുതി കിട്ടുന്നില്ല. അതിൻ്റെ അതായത് നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ട് അവതാരിക എഴുതിക്കുമ്പോൾ നമ്മുടെ അവതാരികയിൽ നിന്ന് ആശയം ഉൾക്കൊള്ളാൻ കഴിയണം. അവതാരിക വായിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ അത് വായിച്ച് ആ രീതിയിൽ തന്നെ എഴുതണം. അതിൽ കുറ്റമുണ്ടെങ്കിൽ കുറ്റമായിട്ടും ശരിയുണ്ടെങ്കിൽ ശരിയായിട്ടും കാണിച്ചുകൊണ്ട് തന്നെ എഴുതണം. അപ്പം നമ്മളത് പൂർണ്ണമായിട്ടും വായിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതും നമ്മുടെ മനസ്സിന് നല്ല കാര്യമാണ്. കാരണം ആ വായനാ ലോകത്തൂടെ നമുക്ക് പുതിയ വായനാ ലോകത്തൂടെ കടന്നു പോകാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒന്നാണ്. നോവായി ഹൃദയത്തിൽ ഉറഞ്ഞ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? സാറിൻ്റെ കുടുംബത്തെ കുറിച്ചുകൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് ചോദ്യം പ്രസക്തമാണ്. എഴുത്ത് മേഖലയിൽ നോവായിട്ടൊന്നും അടിച്ചു കൂടിയിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട്, ദുഃഖ രചനകൾ എഴുതുമ്പോൾ അതെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. കാരണം ഇന്ന് സന്തോഷത്തെക്കാളും ദുഃഖം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വായനാ സമൂഹമാണുള്ളത്. ഞാൻ അങ്ങനെയുള്ളത് എഴുതുമ്പോൾ എഴുത്തിൻ്റെ ഈ വായനക്കാരുടെ ഇടയിൽ ചോദ്യം വരുന്നത്, ഇത് എൻ്റെ ജീവിതമല്ലേ എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാനത് ആത്മനിർവൃത്തി കൊള്ളുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും സന്തോഷമാണ്. നമ്മളത് മനസ്സിലായി, അവരുടെ അല്ല എന്നാൽ കൂടി. അപ്പം അങ്ങനെ ഒരു വായനാ സമൂഹം എനിക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കുടുംബം, ഭാര്യ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. 2 മക്കളാണ്. ഭാര്യയുടെ പേര് വൃന്ദ ആർവി. മൂത്ത മകൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ കാൾസിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ കോയമ്പത്തൂർ ഡിഗ്രി PSc മൈക്രോബയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എഴുത്തിന് കുടുംബത്തിൻ്റെ സഹകരണം ഏത് രീതിയിലാണ്? അവർക്ക് പൂർണ്ണമായി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ എതിർപ്പില്ല. അതിനുള്ള സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ എഴുത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഭ്രാന്തമായ എഴുത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുടുംബകാര്യങ്ങൾ തന്നെ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതാണ് ആ ഭ്രാന്തമായ രചന എന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ പലരും ഭ്രാന്തമായ രചനയിൽ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അത് ജീവിതത്തെ ബാധിക്കുന്നു. പക്ഷെ ജീവിതത്തെ ബാധിക്കില്ല. നമുക്കതൊരു ഭ്രാന്താണ്. എന്തായാലും എഴുത്ത് എന്ന് പറയുന്ന ഒരു ഭ്രാന്തമായ ഒരു ചിന്തയും അതിനെ ആലേഖനം ചെയ്യലും തന്നെയാണ്. സാർ ഇതുവരെ എഴുതിയിട്ടുള്ള കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ആണ്. അതിൻ്റെ 4 വരി എന്ന് ചൊല്ലണം. 4 വരി 6 വരി. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് വാഗായനം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 4 വരി ചൊല്ലാം. വാഗതൻ തണലിൽ വരാമെന്നു ചൊല്ലി നീ ഒരു നീലരാവിൽ മറഞ്ഞതല്ലേ, വെറുതെയാണെന്നു നീ ചൊന്നെങ്കിലെന്തിനീ ദുഃഖപാത്രത്തിൽ ചുടു കണ്ണുനീർ, ദുഃഖപാത്രത്തിൽ ചുടു കണ്ണുനീർ. ഒന്നായിരുന്നു, നല്ല വരികൾ. താങ്ക് യു. സാറ് ഈ നവാഗതരായ ഇപ്പോൾ ധാരാളം എഴുത്തുകാർ നമ്മൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്, പെൻഷനേഴ്സ് അല്ലാതെയൊക്കെ. അപ്പോൾ അവരുടെ ഒരു ഉപദേശം ഏത് രീതിയിലാണ് നമ്മൾ
അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു കാരണവശാലും ഒരു തടസ്സങ്ങളും അല്ലെങ്കിൽ എഴുത്ത് മേഖലയിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ എഴുതണം. അവരവരുടെ കാഴ്ചപ്പാട്, അവരവരിൽ ജനിക്കുന്ന ആശയങ്ങൾ, ചുറ്റും കാണുന്ന ഓരോ സ്പന്ദനങ്ങളും നമുക്ക് കവിതയുടെ ആധാരമാക്കാം. അപ്പം അങ്ങനെ പോകണം. എന്നാൽ ഈ പൊതുവെ കാണുന്നതിൽ പണ്ട് ഉള്ളത് പദ്യകവിത, ആ പദ്യകവിതയുടെ രസം ഗദ്യകവിതയ്ക്ക് കിട്ടണമെന്നില്ല, ഗദ്യകവിതയ്ക്കുള്ള രസം പദ്യകവിതയ്ക്ക് കിട്ടണമെന്നില്ല. അപ്പം ഏത് രീതിയിലായാലും ആശയം കുറിച്ച് വെച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉദ്ദേശം. ഞാൻ എഴുതുന്ന ഓരോ എഴുത്തും എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഒറ്റ വരിയിൽ എഴുതി അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് എഴുതിയല്ല ചെയ്യുന്നത്. സ്വയം അതിനെ വിമർശിക്കാറുണ്ട്. ഇത് എഴുതിയത് ശരിയാണോ, അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയായി, എത്രത്തോളം എഴുത്തുകാരുടെ ഇടയിൽ അത് സ്വാധീനം ചെലുത്താൻ കഴിയും, ഉൾക്കൊള്ളുമോ, അങ്ങനെയുള്ള ആത്മവിമർശനങ്ങളൊക്കെ നടത്താറുണ്ട്. എഴുത്തിനോ ജീവിതത്തിനോ സമയക്കുറവുണ്ടായതായി സമയക്കുറവ് എഴുത്തിനായിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റി വയ്ക്കാറില്ല. എനിക്ക് എപ്പോൾ ആശയം ഉൾക്കൊള്ളുന്നോ അപ്പോൾ തന്നെ ഞാൻ എഴുതുകയാണ്. പ്രത്യേകിച്ച് വരുന്ന വരികൾ തന്നെ അപ്പോൾ എവിടെയെങ്കിലും കുറിച്ചിട്ടിട്ട് ആ ഒരു ആശയം കവിതയായിട്ട് രൂപീകരിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിന് പ്രത്യേക സമയം കണ്ടെത്തി നമുക്ക് ഒരെണ്ണം എഴുതാൻ കഴിയില്ല. അതിനത്രയും ഒരു സൗന്ദര്യവും ഉണ്ടാകില്ല, ലാളിത്യവും ഉണ്ടാകില്ല, ആ കാവ്യഭാഷയും ഉണ്ടാകില്ല. അപ്പം നമുക്ക് താനേ വരുന്ന ആശയങ്ങളെ കവിതയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ അങ്ങനെ ജനിക്കുന്ന കവിതകൾക്കാണ് ഭംഗി കൂടുതൽ, അർത്ഥം കൂടുതൽ. വിഷയങ്ങളും വരികളും സദാ ഉണ്ടായി വരുമ്പോൾ ഏത് രീതിയിൽ അതിനെ കാണും? അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് വേണം പറയാൻ. എന്നിൽ നിന്ന് എങ്ങനെ അത് ജനിക്കുന്നു, എൻ്റെ ആശയങ്ങളിൽ എങ്ങനെ ആ ഒരു അർത്ഥഗർഭങ്ങളിൽ നിന്ന് എങ്ങനെ എനിക്ക് അക്ഷരങ്ങളെ ചികഞ്ഞെടുക്കാൻ കഴിയുന്നു, വാക്കുകളാക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ തന്നെ എനിക്കൊരു അനുഗ്രഹമായിട്ട്, ദൈവാനുഗ്രഹമായിട്ടാണ് ഞാനത് കാണുന്നത്. ഈ പകർത്തി എഴുത്ത്, മോഷണം, അതുപോലെ എല്ലാത്തിനും പോലെ കവിതയിലും അധികമായിട്ട് കടന്നു കൂടിയിട്ടുണ്ടെന്നൊരു അഭിപ്രായമുണ്ട്. അതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഉണ്ട്. ഇപ്പം നമ്മുടെ എല്ലാം മോഷണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കവിത അല്ലെങ്കിൽ കഥ ധാരാളം വായിക്കുന്നുണ്ട്. ആ വായനയിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ വരികൾ, ഇപ്പോൾ എൻ്റെ വരിയായിരിക്കാം, ചിലപ്പോൾ സാറിൻ്റെ വരിയായിരിക്കാം. സാറിൻ്റെ ഏതെങ്കിലും പുസ്തകം ഞാൻ വായിച്ച് അതിലുള്ള 2 വരി എൻ്റെ മനസ്സിൽ പതിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ എഴുതുമ്പോൾ ആ വരി കടന്നുപോകും. അനുകരണം എന്ന് അത് പൂർണ്ണമായിട്ട് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടെന്ന് അത് എന്നിൽ ജനിച്ച വരിയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാകും. അപ്പോൾ ആ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ശരിയല്ലേ. എന്നാൽ നമ്മുടെ കവിതകൾ തന്നെ ഇപ്പോൾ 4 വരി അല്ലെങ്കിൽ 6 വരി അതേപടി നമ്മുടെ പേര് മാറ്റിയിട്ട് മോഷണം നടത്തുന്ന ഇങ്ങനെ പ്രവണതയൊന്നുണ്ട്. ആ പ്രവണതയുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അതിന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതിനെതിരെ നമുക്ക് കേസാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പരിമിതിയാണ്. ഇത്രയും നേരം ഒരു അഭിമുഖത്തിന് സമയം അനുവദിച്ചതിന് നന്ദി, സന്തോഷം. നമ്മുടെ ഒപ്പം നമ്മുടെ സുഹൃത്ത് ബിനു കൽപ്പകശ്ശേരിയാണ്. ബിനു കൽപ്പകശ്ശേരിക്കും നമസ്കാരം. സാറിന് നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തോന്നുന്ന ധാരാളം അവാർഡും അനുമോദനങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷം തന്നെ. ഇപ്പോൾ നമ്മുടെ പൂവച്ചൽ ഖാദർ കൾച്ചർ ഫോറത്തിൻ്റെ പ്രഥമ പൂവച്ചൽ ഖാദർ പുരസ്കാരം അത് കിട്ടിയതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പൂവച്ചൽ ഖാദർ സാറിൻ്റെ ഇത് 2 വർഷം മുന്നേ അവരുടെ ആദ്യത്തെ ഇതാണ് വരുന്നത്. പിന്നെ BSSൻ്റെ നാഷണൽ അവാർഡിൻ്റെ ഉണ്ട്, ബാലസേവ സമാജിൻ്റെ അവാർഡുണ്ട്, പിന്നെ എഴുത്തുകൂട്ടത്തിൻ്റെ ഉണ്ട്. ഇത് സനാതന സത്സംഗ ആശ്രമത്തിൻ്റെ അവരുടെ അവാർഡാണ്. മലയങ്കിഴി. പിന്നെ പത്തനംതിട്ട പരസ്പരം വായനക്കൂട്ടത്തിൻ്റെ മണ്ണാർക്കാട് ശശികുമാർ സ്മാരക പുരസ്കാരം. പിന്നെ നാഷണൽ മലയാളം പോയറ്റ് മീറ്റിൻ്റെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തത്. അതെ അവരുടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ശാരദാ കൃഷ്ണാംബിക കോളേജിൻ്റെ അക്ഷരശക്തി പുരസ്കാരം. പിന്നെ ഒരു അനുമോദന പത്രം കാണുന്നുണ്ട് ശ്രീകൃഷ്ണ സ്വാമി. അതെ, ഇപ്പോൾ പൂജവയ്പുമായിട്ട് ബന്ധപ്പെട്ട്
അത് ഈ വർഷത്തെ പൂജ വയ്പുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു. ആ കവിയരങ്ങിന് പുന്നക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് അവർ നടത്തിയത്. എന്തായാലും ഇനിയും ഇതിൽ കൂടുതൽ അതെ, സന്തോഷം. എന്തായാലും സാറിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം എത്രയോ വർഷമായിട്ടുള്ള നമ്മുടെ സൗഹൃദത്തിൽ വളരെ സന്തോഷം. നന്ദി.